ഹലോ വെൽക്കം ബാക്ക്. പോളിടെക്നിക് കോളേജുകളിൽ ഏതെല്ലാം കോഴ്സുകളുണ്ട്, അവയുടെ ബ്രാഞ്ചസിൻ്റെ കോഡുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പ്രോഗ്രാംസുകളും കോഡുകളുമാണ് പറയുന്നത്. അപ്പം ഓരോന്നായിട്ട് നോക്കുക. ഈ കോഡുകൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്. അതിനകത്ത് ഇപ്പോൾ AI, AM, AR, AU ഇതെന്താണെന്ന് കൺഫ്യൂഷൻ വരരുത്. സോ ഓരോ കോഡുകൾക്കും ഡെഫിനിഷൻ ഉണ്ട്. സോ ഇപ്പോൾ ഉദാഹരണം നിങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പോകാൻ ഫസ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അവിടെ ME എന്നാണ് ചിലപ്പോൾ കാണിച്ചിട്ടുണ്ടാവുക. സോ അപ്പോൾ ഇതെന്താണെന്ന് കൺഫ്യൂഷൻ വരുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നാണ്. അപ്പോൾ അതുപോലെയാണ് ഓരോ ട്രേഡുകൾക്കും അല്ലെങ്കിൽ ഓരോ ബ്രാഞ്ചുകൾക്കും കോഡുകളുണ്ട്. ഇതുകൂടി മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇത് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന അവസാന തീയതിക്ക് മുമ്പ് വരെ നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ് ഉണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI എന്നാണ് എക്സാം ബ്രാഞ്ച് കോഡും ഇവിടെ നൽകിയിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് AM എന്നാണ് കോഴ്സ് കോഡ്. ആർക്കിടെക്ചർ എന്ന് പറയുന്ന കോഴ്സ് അഥവാ AR ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ്. ഇപ്പോൾ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ് കോഴ്സ് നമ്മൾ മുമ്പ് ലാറ്ററൽ എൻട്രി അഡ്മിഷനെ പറ്റിയിട്ട് പറഞ്ഞിരുന്നു. സോ അവിടെ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ 2 വർഷം കഴിഞ്ഞവർ ലാറ്ററൽ എൻട്രിക്ക് അഡ്മിഷൻ ചെയ്യുന്ന സമയത്ത് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ്ങിന് വേണ്ടിയിട്ടൊന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, സോ അതായിരിക്കും കരിയറിൽ കൂടുതൽ ഗുണം ചെയ്യുന്നുണ്ടാവുക. ഇനി ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. BM എന്നാണ് ഈ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ്ങിൻ്റെ AU ആണ്. ഓക്കെ, പിന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ് CB എന്ന് പറയും. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് ബിഗ് ഡാറ്റ CC എന്ന് പറയും. സിവിൽ എഞ്ചിനീയറിങ് CE എന്ന് പറയും. സോ 2 വർഷത്തെ സിവിൽ എഞ്ചിനീയറിംഗ് ട്രേഡ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ ലാറ്ററൽ എൻട്രി അഡ്മിഷന് വേണ്ടിയിട്ട് കൊടുക്കുന്ന സമയത്ത് IT കഴിഞ്ഞവർ കൊടുക്കുന്ന സമയത്ത് സിവിൽ എഞ്ചിനീയറിംഗ് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ സർവേയർകാരും സിവിൽ എഞ്ചിനീയറിംഗ് കൊടുക്കുക. ഓക്കെ, ഇനി സൈബർ ഫോറൻസിക് ആൻഡ് ഇൻഫോർമേഷൻ സെക്യൂരിറ്റി CF എന്ന് പറയും. കെമിക്കൽ എഞ്ചിനീയറിംഗ് CH എന്ന് പറയും. അതുപോലെ സിവിൽ എഞ്ചിനീയറിംഗ് ആൻഡ് പ്ലാനിങ് CL എന്ന് പറയും. സോ സിവിൽ എഞ്ചിനീയറിംഗുകാർ ഇതും കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഒന്നിലധികം കോഴ്സുകളിലേക്ക് കൊടുക്കാൻ പറ്റും. അപ്പം അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാം തന്നെ കൊടുക്കുക. ഓക്കെ, കാരണം ലിമിറ്റഡ് സീറ്റാണ് ലാറ്ററൽ എൻട്രി വഴിയുള്ളത്. നോർമൽ പോളിടെക്നിക് അഡ്മിഷന് വേണ്ടിയിട്ട് 10th ബേസ് ആണെന്നുണ്ടെങ്കിൽ ഒക്കെയും കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, സൈബർ അടുത്ത കെമിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ് പ്രോഗ്രാം. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് CM എന്ന് പറയും. കമ്മ്യൂണിക്കേഷൻ ആൻഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് CN എന്ന് പറയും. കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് CP എന്ന് പറയും. സിവിൽ ആൻഡ് റൂറൽ എഞ്ചിനീയറിംഗ് CR എന്ന് പറയും. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് CS എന്ന് പറയും. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് CT എന്ന് പറയും. സിവിൽ ആൻഡ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് CV എന്ന് പറയും. ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾ ടെക്നോളജി. സോ ഇതിൽ നമ്മുടെ ഇലക്ട്രീഷ്യൻകാരും ഇലക്ട്രോണിക് മെക്കാനിക്കുകാരും ഒക്കെ ഉണ്ടായിരിക്കും. സോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് ഫസ്റ്റ്, പിന്നെ ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് കൊടുക്കുക, പിന്നെ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക് വെഹിക്കിൾ ടെക്നോളജി എന്നിവയൊക്കെ വെക്കുക. ഓക്കെ, സോ ഇലക്ട്രീഷ്യൻകാർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗാണ് ഫോക്കസ് ചെയ്യുക. പിന്നെ ഇലക്ട്രോണിക് മെക്കാനിക്കുകാർക്ക് ഇലക്ട്രോണിക് എഞ്ചിനീയറിങ്ങും ഇതെല്ലാം തന്നെ ഫോക്കസ് ചെയ്യുക. അതിൻ്റെ സിലബസ് കൃത്യമായിട്ട് ഒന്നുകൂടി നോക്കിയതിന് ശേഷം തീരുമാനിക്കുക. ഓക്കെ, നിങ്ങളുടേതുമായി ബന്ധപ്പെട്ട ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഏതാണെന്ന്. സോ അതിൻ്റെ കോഡുകൾ കൂടി നോക്കിക്കൊള്ളുക. പിന്നെ ഫുഡ് പ്രോസസ്സിംഗ് ടെക്നോളജി FT എന്ന് പറയും. ഈ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ഡിസൈൻ ഫാബ്രിക്കേഷൻ IC എന്ന് പറയും. ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് IE എന്ന് പറയും. ഇൻഫോർമേഷൻ ടെക്നോളജി IF എന്ന് പറയും. ഓക്കെ, മെക്കാട്രോണിക് MC എന്ന് പറയും. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ME എന്ന് പറയും. സോ ITയിലെ മെക്കാനിക് ബ്രാഞ്ചുകാരെല്ലാം തന്നെ ഇതെടുക്കുക. ഓക്കെ, സോ ഫിറ്റർ ട്രേഡ് ഉൾപ്പെടെ മാനുഫാക്ചറിങ് ടെക്നോളജി, ഫിറ്റർ ട്രേഡുകാർക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും മാനുഫാക്ചറിങ് ടെക്നോളജിയും ലാറ്ററൽ വഴി അഡ്മിഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റ് മെഷീനിസ്റ്റുകൾ, ടർണർ, 1 year 2 year ട്രേഡുകാരൊക്കെയും ഫോക്കസ് ചെയ്യേണ്ടത് മെയിനായിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ടെക്നോളജി എന്ന് പറയുന്ന ടോപ്പിക് കൂടി സബ്ജക്റ്റ് കൂടി നോക്കാവുന്നതാണ്. പിന്നെ പോളിമർ ടെക്നോളജി PL എന്ന് പറയും. പ്രിൻറ്റിംഗ് ടെക്നോളജി PT എന്ന് പറയും. ഓട്ടോമാറ്റിക് ആൻഡ് റോബോട്ടിക്സ് RA എന്ന് പറയും. പിന്നീട് റിന്യൂവബിൾ എനർജി RE എന്ന് പറയും.
റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ RP, ടൂൾ ആൻഡ് ഡൈ എഞ്ചിനീയറിംഗ് TD എന്ന് പറയും, ടെക്സ്റ്റൈൽ ടെക്നോളജി TT എന്ന് പറയും, വുഡ് ആൻഡ് പേപ്പർ ടെക്നോളജി WP, എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് EM. പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് ഇത്രയും കോഴ്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഒരുവിധം കൂടുതൽ ഡിപ്ലോമയിലും ലഭ്യമായിട്ടുള്ളത് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ്ങും അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ CS, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ്, അങ്ങനെയുള്ള കുറച്ച് പരിമിതമായ ഇതായിരിക്കും എല്ലാ ഡിപ്ലോമ കോളേജിലും പ്രധാനമായിട്ട് ലഭ്യമായിട്ടുണ്ടാവുക. ഓക്കെ, സോ അപ്പം ഇനി ഡിപ്ലോമ കോളേജുകൾ നമുക്ക് ഏതൊക്കെയാണ് അവിടെ ലഭ്യമായിട്ടുള്ള കോഴ്സസ് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. അത് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് ഷെയർ ചെയ്യാം. താങ്ക്